കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരില്ലേ, അപ്പം നമുക്കൊരു വൈൻ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ വൈൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം ഞാൻ നമ്മുടെ പച്ചരി വെച്ചിട്ടാണ് വൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വീര്യം കൂടിയ വൈൻ തന്നെയായിരുന്നു. നമുക്കൊരു 7 ദിവസത്തിനുള്ളിൽ വൈൻ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നന്നായി കഴുകി, ഞാനൊരു 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായി 2-3 പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഇടുമ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഇട്ടിട്ടുള്ളത്, അതായത് ഇത് നല്ല പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതിലിട്ട് ഞാൻ നന്നായി ഇളക്കി ഞാനൊരു 3 ദിവസം ഇത് ഇളക്കാതെ മാറ്റി വെച്ചു കേട്ടോ. 3 ദിവസത്തിന് ശേഷം ഞാൻ അതെടുത്തു തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായി കുതിർന്ന് സെറ്റായിട്ടുണ്ട്. വൈൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരിയോ പുഴുങ്ങല്ലരിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചരിയാണെന്ന് മാത്രം. അപ്പം നന്നായി സെറ്റായിട്ട് നമ്മുടെ പച്ചരിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ തെളി മാത്രം, നമ്മൾക്ക് ഇങ്ങനെ ഇളക്കാതെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് ഞാനതിൻ്റെ തെളി ഇങ്ങനെ ഊറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ തെളിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് പതപതയൊക്കെ മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരിയല്ലേ, അത് നമ്മൾ വെള്ളത്തിൽ കുതിര ഇട്ടതല്ലേ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചില്ല് ബോട്ടിലാണ്. അത് നന്നായി കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. കഴുകി ഉണക്കി വെക്കുമ്പോൾ നന്നായി വെയിലത്തിട്ട് ഉണക്കി വെക്കണം. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചെടുത്തു. നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ അതിൽ. ഇനിയിപ്പോൾ അതിൽ ഞാൻ കുറച്ച് മസാലകൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് ആ മസാലകൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 4 പട്ടയടി എടുത്തു, പിന്നെ 4 ഏലക്കായ, പിന്നെ ഒരു ജാതിപത്രി, ഒരു തക്കോലം, ഒരു 4-5 ഗ്രാമ്പൂ കേട്ടോ. ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവയൊക്കെ കൂടിയിട്ട് ഞാൻ ചതയ്ക്കണമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗോതമ്പാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പില്ലേ, അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ 1/2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 1/2 കിലോ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ജാതിപത്രി, ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ഈസ്റ്റാണ്, അതായത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതൊരു സ്പൂൺ എടുക്കുന്നുണ്ട്. അത് ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള 1/2 കിലോ പഞ്ചസാര എടുത്തുല്ലോ, അതും ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഗോതമ്പില്ലേ, അത് നമ്മളൊരു ചെറിയ കഷ്ണം വെള്ള തുണിയിൽ, അതായത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള തുണിയാണ്, ഒരു തരി പോലും നനവ് പാടില്ല. അപ്പം ഞാൻ ഇതിൽ 2 സ്പൂൺ കിഴി കെട്ടിയിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2 സ്പൂൺ ഗോതമ്പ് ഞാനൊരു തുണിയിൽ കിഴി കെട്ടിയിട്ടുണ്ട്. കിഴി കെട്ടിയിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള അരിയില്ലേ, അരിയിൽ നിന്ന് ബാക്കി നമ്മൾ അരിച്ചിട്ടുള്ള വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 5 സ്പൂൺ അരി ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ 1, ഇനി നമുക്ക് ഈ അരിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മരത്തിൻ്റെ തവിയില്ലേ, മരത്തിൻ്റെ തവി മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റീലൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മറ്റുള്ള വൈൻ ഉണ്ടാക്കണ പോലെയല്ല, ഇതെന്നും തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇളക്കി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഫുള്ളായിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കാൻ പാടില്ല. കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം കേട്ടോ. പിന്നെ ഞാനൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്നത്. 5 ദിവസം കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മുടെ വൈനൊക്കെ സെറ്റ്
സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കുപ്പി ബോട്ടിൽ ഇങ്ങനെ ഇളക്കാതെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ, അതിൽ വെള്ളം നനവൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു തുണി ഇങ്ങനെ വായിക്കെട്ടി, ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലത്തെ മട്ട ഇങ്ങോട്ട് വരരുത് എന്ന് വെച്ചിട്ടാണ് ഒരു തുണി വെച്ച് അതൊന്ന് കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇത് ഫുൾ സെറ്റായിട്ടല്ല ഇരിക്കുന്നത്, ഇനി അതിൻ്റെ അടിയിലത്തെ മട്ടത്തിൽ പെട്ട പിന്നെയും നമുക്ക് കുറച്ച് ദിവസം വെക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ തുണി കെട്ടി ഇങ്ങനെ ഈ അരിപ്പ വയ്ക്കുമ്പോൾ അധികം അടി ഇങ്ങനെ വരില്ല. അപ്പം ഞാൻ പതുക്കെ ഇളക്കാതെ എടുത്തിട്ട് നമ്മുടെ ബോട്ടിൽ നിന്ന് എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ അടിപൊളി മണമാണ് കേട്ടോ വരുന്നത് വൈൻ്റെ. അങ്ങനെ ഞാൻ ഫുൾ അരിച്ചെടുത്തിട്ടുണ്ട്. അടിയിലത്തെ ഞാൻ എടുത്തിട്ടില്ല, ആ ബോട്ടിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കെട്ടഴിച്ച് തുണിയൊക്കെ മാറ്റി നീക്കി വെച്ചു. പിന്നെ ആ ബോട്ടിലിൽ ഇരിക്കുന്ന കുറച്ച് ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുത്തു, ഇതിൻ്റെ കൂടെ ഒഴിച്ചില്ല. പിന്നെ ഞാൻ ഈ അരിച്ച് വെച്ചിട്ടുള്ളത് ഒരു ചില്ലിൻ്റെ ബോട്ടിൽ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുത്തു. ഇതിലിപ്പോൾ വലിയ മട്ടൊന്നും അടിഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര ഒരു തുണിയുടെ മുകളിൽ അരിപ്പിയും വെച്ചിട്ടല്ലേ അരിച്ചിട്ടുള്ളത്. പിന്നെ അതിങ്ങനെ ഇരുന്നൊന്ന് തെളിയായിക്കോളും. അപ്പോൾ പിന്നെ ഞാൻ ഈ ബോട്ടിലാക്കി വെച്ചു. ഇതിലാക്കിയിട്ടും എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ്സിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഈ ബോട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ ബോട്ടിലൊക്കെ ഞാൻ നന്നായി തുടച്ചിട്ടുണ്ട്, കഴുകിയില്ല, നന്നായി ടിഷ്യൂ വെച്ച് തുടച്ചു. ഈ ബാലൻസ് ഉള്ളത് അതിലൊഴിച്ച് വെച്ചു. നമ്മൾ ചില്ലിൻ്റെ ബോട്ടിൽ തന്നെ ആക്കി വെക്കണം. അപ്പോൾ ഈ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. നല്ല വീര്യമുള്ള വൈനാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ വൈനുണ്ടാക്കി നോക്കണം. അപ്പോൾ ഈസി അല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നമുക്ക് അധികം ദിവസമൊന്നും വേണ്ട ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.